ഫുഡ് ആൻഡ് സിനിമ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്ത് ബന്ധം എന്നല്ലേ അങ്ങനെ ചോദിക്കാൻ വരട്ടെ. സിനിമകളിലെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ട് തിയേറ്ററിനകത്ത് അതേ ഭക്ഷണം കിട്ടിയാലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? നല്ല അടിപൊളി രസകരമായ ചില ഭക്ഷണമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടൽസൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ആ ഒരു ഭക്ഷണം ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാത്ത പലരും ഉണ്ടാവുമോ? സംശയമാണ്. അപ്പം എന്തായാലും അത് നടക്കില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാ അത്തരം ആൾക്കാർക്ക് ഒരു പുതിയ വാർത്ത. സിനിമ കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം കൊതി തോന്നിയ ആ ആഹാരം കൺമുൻപിലേക്ക് എത്തും. അങ്ങനെ ഒരു സംരംഭമുണ്ട്. പേര് സിനി കഫേ എന്നാണ്. എവിടെയാണെന്നല്ലേ? അങ്ങ് തിരുവനന്തപുരത്ത് പൂവാറിലാണ്. നേരെ പൂവാറിലേക്ക്. ഭംഗി കൊണ്ട് സഞ്ചാരികളെ മത്തുപിടിപ്പിച്ച നാടാണ് പൂവാർ. കടലും കായലും ഒന്നിക്കുന്ന സംഗമഭൂമി. ആ കാഴ്ച മാത്രമല്ല സഞ്ചാരികളെ ഇവിടേക്ക് കൊണ്ടുവന്നത്, പുതുരുചികളും പുതിയ ആശയങ്ങളും കൂടിയാണ്. ആ പൂവാറിന്റെ പടിത്തട്ടിലാണ് സിനി കഫേ ജന്മമെടുത്തത്. ഇത് ബേസിക്കലി ഇപ്പം നോക്കിക്കഴിയുകയാണെങ്കിൽ തിയേറ്റർ സിനിമ എന്ന് വെച്ചാൽ ചേട്ടന് ഭയങ്കര പ്രാന്താണ്, സിനിമ പ്രാന്തനാണ്. അപ്പോൾ അങ്ങനത്തുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ആദ്യം കൊണ്ടുവന്നത്. ആ ഒരു തിയേറ്ററിൻ്റെ ഇത് ആക്ച്വലി നമ്മളുടെ എന്താ പറയുക, നമ്മൾ ട്രാവൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ്. സോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനി കഫേയിൽ ഭക്ഷണം മാത്രമല്ല വിളമ്പുന്നത്, സിനിമയുമുണ്ട് തൊട്ടടുത്ത്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ, അതായത് ഒരു സിനിമ കാണണമെന്ന് തോന്നിയാൽ വണ്ടി പിടിച്ച് കിലോമീറ്ററുകളോളം അപ്പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനി കഫേ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഫയ്ക്കപ്പുറത്ത് ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റിലീസ് പടങ്ങളൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലൊരു തിയേറ്റർ. ഒരു സിനിമ കണ്ടു കളയാം. സിനിമ കഴിഞ്ഞപ്പോൾ അല്പം വിശപ്പ്, അപ്പോൾ ഇനി അല്പം ഭക്ഷണമാകാം അല്ലേ? ഈ അന്തരീക്ഷമാണ് മറ്റു ഭക്ഷണശാലകളിൽ നിന്ന് ഇവിടം വ്യത്യസ്തമാക്കുന്നത്. രുചിയും സിനിമയും മാത്രമല്ല, ആഘോഷിക്കാനും ഉല്ലസിക്കാനും ഏറെയുണ്ട് ചുറ്റുപാടും. കൊച്ചുകുട്ടികൾക്കുള്ള പാർക്ക്, പ്രണയിതാക്കൾക്ക് ഒരുമിച്ചിരിക്കാൻ ഹട്ടുകൾ, ഒരു ചെറിയ പാർട്ടി നടത്താനുള്ള സൗകര്യം, ആകെ മൊത്തം ഒരൊന്നൊന്നര വൈബ്. ആംബിയൻസ് ഒക്കെ കൊള്ളാം, ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ റീൽസ് വഴിയും പിന്നെ ചേച്ചിയൊക്കെ ഫാമിലി ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു തീമൊക്കെ നൈസാണ്. പിന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഇവിടെ കഴിക്കാനുള്ള ഒരു തീമൊക്കെ ഉണ്ട്. നമുക്ക് ഫുള്ള് വൈബ് സെറ്റാണ്. എല്ലാവർക്കും പറ്റിയൊരു പ്ലേസാണിത്. മറ്റേ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും വൈബ് പ്ലേസാണ്. നോർത്ത് ഇന്ത്യൻ മുതൽ അറബിക്, പഞ്ചാബി തുടങ്ങി ഒരുവിധം എല്ലാത്തരം ഫുഡും ഉണ്ടാക്കുന്ന കലവറ. കഴിക്കാനെത്തുന്നവരുടെ ഇഷ്ടാനുസരണം തൽക്ഷണം ഭക്ഷണം മുന്നിൽ. സീ ഫുഡാണ് മെയിൻ. നമുക്കിപ്പം പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സീ ഫുഡാണ്. ഇപ്പം സീ ഫുഡ് ആണെങ്കിൽ നോക്കിക്കഴിയുകയാണെങ്കിൽ നമുക്ക് ദൂരെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സീ ഫുഡ് ലഭ്യമായിട്ടുള്ളൂ ഇവിടെ ഈ ഒരു ആംബിയൻസിൽ. സോ നമ്മൾ ആദ്യം സീ ഫുഡ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നോർത്ത് ഇന്ത്യൻ, ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പം തന്തൂരി ചിക്കൻ ആയിക്കോട്ടെ, ചിക്കൻ ടിക്ക ആയിക്കോട്ടെ, ഹരിയാലി ചിക്കൻ ടിക്ക ആയിക്കോട്ടെ, അത് നോർത്ത് സൈഡിൽ എങ്ങനെയാണോ അവർ സെർവ് ചെയ്യുന്നത്, എന്താണോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്, ആ സെയിം ടേസ്റ്റ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കൊടുക്കാൻ പറ്റും. ഈ ഭക്ഷണം വന്നപ്പോൾ നമുക്കാകെ സന്തോഷമായി ഇല്ലല്ലേ യാസേ? അപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നല്ല വിശപ്പ്. അപ്പോൾ കഫേ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കബാബ് ഉണ്ട്, സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അങ്ങനെ അൽഫാം, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെയുണ്ട്. എന്നാലും നമുക്ക് ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കത്
എടുത്ത് നോക്കാം എന്താണ് ഇതിനകത്തെ പ്രത്യേകത, എന്താണ് ഈ ടേസ്റ്റ്, ഇവരെന്താണ് സ്പെഷ്യൽ എന്ന് നോക്കാം. അടിപൊളി. ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാർ ഭക്ഷണം വിളമ്പുന്ന കൗതുക കാഴ്ചയുമുണ്ട്. ഈ കടയിലെ കഫേയിൽ നല്ല തിരക്കാണെങ്കിൽ സർവ് ചെയ്യാൻ ആളില്ലെന്നുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട. അതിന് വിദേശത്ത് നിന്ന് റോബോട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് മറ്റുള്ള സർവ് ചെയ്യുന്നത്. അതായത് തിരക്ക് കൂടുന്ന സമയത്ത് റോബോട്ടുകളെ ഉപയോഗിക്കാം. റോബോട്ട് സെർവ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ താങ്ക് യു. മോനെ കളിപ്പിക്കണം, അതിൻ്റെ കൂടെ അവനും ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ്. അങ്ങനെ അവന് വേണ്ടി വരാറുണ്ട്. ഞങ്ങളിടയ്ക്ക് വീക്ക്ലി വൺസ് ഒക്കെ ഇവിടെ വരാറുണ്ട്. जैसे कि मैं पंजाब से हूँ और हम खाने के शौकीन हैं और मैं सोच रहा था कि यहाँ पे कुछ ऐसा टेस्ट मिले, तो वो मुझे यहीं आके मिला है. फूड वॉज वेरी टेस्टी. आई लाइक द टेस्ट. मॉर्निंग जब हम इधर आए थे तो हम जब यहाँ से निकले थे तो व्यू देख के हमने बोला था कि हम इधर ही आएंगे. The food is really good and the ambience also very good. ഒരു ദിവസം അടിച്ചു പൊളിച്ചു, വയറു നിറയെ ഭക്ഷണം കഴിച്ചു, സിനിമ കണ്ടു. എപ്പോഴെങ്കിലും നിങ്ങൾ പൂവാർ ഐലൻഡിൽ വരുമ്പോൾ ഒരു തവണ ഇവിടെ വരിക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല വൈബാണ്. ക്യാമറാമാൻ രാജ്കിരണിനും സതീഷിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ പൂവാറിലെ സിനി കഫേ കൊള്ളാം എന്നാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാം പറയുന്നത്. ഐഡിയ കൊള്ളാം. അതാണ് ഞാനങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെയൊക്കെ മലയാളികൾക്ക് എന്തൊക്കെ ആശയങ്ങളാണല്ലേ. പുതുതായി അങ്ങനെ ഒരുപാട് ആശയങ്ങൾ വരുന്നു, സംരംഭങ്ങൾ വരുന്നു. വളരട്ടെ. അപ്പോൾ അവിടെ പോകാൻ താല്പര്യമുള്ള ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് എന്തായാലും പോകണം, പക്ഷേ കുറച്ച് ദൂരെ കൂടുതലാണ് പൂവാറിലേക്ക് പോകാൻ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതൽ. നേരെ വെച്ച് പിടിച്ചോ, പൂവാറിലാണ് സിനി കഫേ ഉള്ളത്. ഹരിയാണ് ആ റിപ്പോർട്ട് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.